തീർച്ചയായും ഇതുതന്നെയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. അതിനുശേഷം പുതിയ സമിതിയെ അന്വേഷണത്തിന് വെച്ചു. എന്നാൽ അതിനുശേഷവും ഇതുവരെയും ഒരു തരത്തിലുള്ള നടപടികളിലേക്കും കടക്കുന്നതിന് അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത റിയാസ് KM ഇപ്പോൾ കോഴിക്കോട് നിന്നുണ്ട്. റിയാസ്, വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു അനാസ്ഥയുടെ ഇരയാണ് ഈ വാർത്തയ്ക്ക് കാരണമായിട്ടുള്ളത്. ആ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ആ വാർത്തയിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നിപ്പോൾ ഒരു സമരമുഖത്താണ് അവരുള്ളത്. തീർച്ചയായും മേബി അവർ ഹർഷന എന്ന് പറയുന്ന ആ ഒരു യുവതി അവരിപ്പോൾ അനിശ്ചിതകാല സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുമ്പിൽ. തനിക്ക് നീതി തേടിക്കൊണ്ട് അത്തരമൊരു സമരത്തിലേക്ക് അവർ നീങ്ങുന്നു. കഴിഞ്ഞ 3 ദിവസമായി. ഇന്ന് 3 ദിവസം അവരുടെ സമരം പിന്നിട്ടു. നമ്മൾ ആ സമരത്തെ കുറിച്ചൊക്കെ വാർത്ത കൊടുത്തതാണ്. തുടർന്ന് അവര് ഇന്നലെ ഇവിടെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി നിയമ നടപടിയിലേക്ക് നീങ്ങുന്നു. തനിക്ക് നീതി വേണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അതായത് വെറും 25 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടി എന്ന് തന്നെ നമുക്ക് പറയാം, ഒരു യുവതി. ആ യുവതി അവരുടെ, അതായത് ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർമാരുടെ അശ്രദ്ധ കാരണം അവരുടെ വയറ്റിനകത്തേക്ക് ഒരു ആർട്ടറി ഫോർസെപ്സ്, അതായത് ഒരു കത്രിക അവരുടെ വയറ്റിനകത്ത് കുടുങ്ങിക്കിടക്കുകയും അവിടെ മറന്നു വെച്ചു എന്ന തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. ഇത് അങ്ങേറ്റം ഒരു നമ്മുടെ ആരോഗ്യരംഗത്തിന് തന്നെ അപമാനകരമായ ഒരു സ്ഥിതിയാണ്. അതിനുശേഷം അതിന്റെ പേരിൽ ഈ ഒരു യുവതി കഴിഞ്ഞ 5 വർഷമായി അവരുടെ 25 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലയളവിൽ കഠിനമായ വേദന, ശാരീരിക അസ്വസ്ഥത അവരനുഭവിക്കുന്നു. 3 മക്കളുടെ അമ്മയാണ് അവര്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവര് നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി കൂടിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവര് BSc ഫിസിക്സ് പഠിച്ച് 2ാം വർഷം വരെ പഠിച്ച് പിന്നീട് അതിനിടെ കല്യാണം കഴിഞ്ഞ് മക്കളെ പ്രസവിച്ച് അതിനിടയിലും വിദ്യാഭ്യാസം നടത്തി വന്ന ഒരാളാണ്. ഈ 3ാമത്തെ പ്രസവം കഴിഞ്ഞ് അവസാന വർഷ ബിരുദ പഠനത്തിനായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇത്തരമൊരു ദാരുണമായ ഒരു അനുഭവം അവർക്കുണ്ടാവുകയും മറ്റ് ആശുപത്രികൾ, പല ആശുപത്രികളും, സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ ഈ സംഭവത്തിന് ശേഷമുള്ള വേദന എന്താണ് അതിന്റെ കാരണമെന്ന് കണ്ടെത്താൻ അവർ ചികിത്സ നടത്തുകയും ഒടുവിൽ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം CT സ്കാനിങ്ങിന് വിധേയമായപ്പോഴാണ് അവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വയറിനകത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് കണ്ടെത്തുകയും വലിയ സാമ്പത്തിക അവസ്ഥയൊന്നും ഇല്ലാത്ത കുടുംബമായതിനാൽ വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷൻ നേടിക്കൊണ്ട് ഇത് കണ്ടെത്തേണ്ടുന്ന ഒരു സാഹചര്യം വരുന്നു. അതായത് ഒരിക്കൽ ഒരു തവണ ഒരു ശസ്ത്രക്രിയക്ക് വിധേയയായ യുവതി അതിന്റെ ഡോക്ടർമാർക്ക് വന്ന കൊടിയ അനാസ്ഥ, ഇത് അനാസ്ഥ എന്ന പേരിൽ മാത്രം നമുക്ക് തള്ളിക്കളയാം. കൊടിയ അനാസ്ഥ, ആ കൊടിയ അനാസ്ഥയുടെ പേരിൽ വീണ്ടും ഓപ്പറേഷന് വിധേയയാകേണ്ടി വരുന്നു. അവർക്ക് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നു. ഇപ്പോഴും അവർ ഇന്നലെയൊക്കെ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് പോലും അവരുടെ വലിയൊരു ശാരീരികമായ ഒരു അവശത അവരുടെ വാക്കുകളിൽ പ്രകടമാണ്. പലപ്പോഴും അവർ സംസാരിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളൊക്കെ കണ്ടത്. അത്രയധികം ദയനീയമായ ഒരു സ്ഥിതിയിൽ അവർ നീതി തേടി പോകുമ്പോൾ ഇവിടെ അവർക്ക് നീതി നൽകേണ്ട സംവിധാനം എന്ന് പറയുന്നത് സർക്കാരാണ്. ആ സർക്കാർ സംവിധാനം കൃത്യമായി നീതി നൽകുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. അവരുടെ പരാതിക്ക് കഴമ്പുണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മൾ ചെയ്ത വാർത്തകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കാരണം നേരത്തെ നമ്മൾ വാർത്ത കൊടുത്ത സമയത്ത് ആരോഗ്യമന്ത്രി ഉടനെ തന്നെ ഈ ഹർഷനയെ വിളിക്കുന്നു. ഹർഷനയെ വിളിച്ച് കിട്ടിയ റിപ്പോർട്ടിൽ ഒരു വ്യക്തത ഇല്ല എന്ന തരത്തിൽ പറയുന്നു. പിന്നീട് പകരം ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കും, പെട്ടെന്ന് തന്നെ ഒരു അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ട് ഇതിൽ ഹർഷനയ്ക്ക് നീതി ഉറപ്പാക്കുമെന്ന് പറയുന്നു. ഇത് പെട്ടെന്ന് എന്ന് പറയുന്ന അടിയന്തര പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ഈ സംഭവം ആരെ രക്ഷിക്കാനാണ് ഇത്തരത്തിൽ നീട്ടിക്കൊണ്ടുപോകുന്നത് എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും പൊതുസമൂഹത്തിൽ അവശേഷിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഈ യുവതിക്ക് നീതി ലഭിക്കുന്നില്ല. ഒടുവിൽ സഹികെട്ടാണ് ആ യുവതി ഇപ്പോൾ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അവരുടെ ആരോഗ്യാവസ്ഥ പോലും വകവെക്കാതെയാണ് അവർ ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസമായി ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് ഈ സമരം തുടരുന്നത്. എബി, തീർച്ചയായും ഇപ്പോൾ റിയാസ് ചൂണ്ടിക്കാണിച്ച വിഷയം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്രമാത്രം ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയത്തെ ആരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അതിലാഘവത്തോടു കൂടി ഈ ഒരു വിഷയത്തെ സമീപിക്കുന്നത് ആരോഗ്യ വിഭാഗം എന്നതാണ് ചോദ്യമായിട്ട് ഉയർന്നത്. ഇപ്പോൾ വസന്തുണ്ട്.